മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ. കാട്ടറിവ് ഓരോ ഭാഷയെയും ശക്തിപ്പെടുത്തുന്ന അടിസ്ഥാന ശിലകളാണ് കാട്ടറിവും നാട്ടറിവും. ആധുനിക വിജ്ഞാനത്തിൻ്റെ അടിത്തറയും കാട്ടറിവുകളായിരുന്നു എന്നതിൽ സംശയമില്ല. കാട്ടറിവുകൾ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടത് ആദിവാസികളുടെ ഇടയിലായിരുന്നെങ്കിലും അവയുടെ സംസ്കൃതീകരിച്ച രൂപങ്ങളാണ് ഗ്രന്ഥരൂപത്തിൽ പിന്നീട് പ്രചരിച്ചത്. കാട്ടറിവിലെ കയ്പ് തിക്തവും എരിവ് കടുവും പുളി അമ്ലവും ഒക്കെയായി മാറിയെന്നേയുള്ളൂ. ഭക്ഷ്യയോഗ്യവും അല്ലാത്തതും എന്ന തരംതിരിവിൻ്റെ ആദ്യ പാഠങ്ങളെല്ലാം നമുക്ക് ലഭിച്ചത് കാട്ടറിവിൽ നിന്നാണ്. എങ്കിലും ഔഷധങ്ങളെ സമൂലം ഉപയോഗിക്കുന്ന ആദിവാസിയുടെ അറിവിനെ വേർതിരിച്ചെടുക്കൽ എന്ന പ്രക്രിയയിലൂടെ പരിഷ്കരിക്കുകയാണ് ആധുനിക വൈദ്യശാസ്ത്രം ചെയ്തത്. ഭൂപ്രകൃതിയെപ്പറ്റിയുള്ള അറിവിൽ കാടിന് വലിയ സ്ഥാനമുണ്ട്. മഴയെപ്പറ്റിയുള്ള അറിവും മരങ്ങളെപ്പറ്റിയുള്ള അറിവുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. മഴമേഘങ്ങളെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുമ്പോൾ മലമുകളിലും മലയുടെ ഒരു ചരിവിലും മഴ പെയ്യുന്നു. അതേസമയം മറുചരിവിൽ വരൾച്ചയും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഇത്തരം പ്രദേശങ്ങളാണ് മഴനിഴൽ പ്രദേശങ്ങൾ. നിത്യഹരിത വനങ്ങളും പുൽമേടുകളുമെല്ലാം നിറഞ്ഞ കാടിൻ്റെ വൈവിധ്യം നമ്മുടെ പ്രാചീന കാവ്യങ്ങളിലൊക്കെ പ്രതിഫലിച്ചു കാണാം. കല്യാണ സൗഗന്ധികത്തിലെ വൃക്ഷങ്ങളുടെ പട്ടിക കാട്ടറിവിൻ്റെ നിദർശനമാണ്. താലം, തമാലം, നക്തമാലം, സാലം, രസാലം, ഹിന്ദാലം, അർജുനം, കേസരം, നീലം, പലാശം, സർജകം, ഖർജുരം, കാരസ്കരം, ചൂതം, പനസം, ശിംബിക, ചമ്പകം, മാതുലുകം, മാഗന്ധം, പുന്നാകം, നാഗപ്രിയ, ബകുളം, പൂപ്പാതിരി, അശ്വത്ഥം, കപിത്തം, പേരാൽ, ഈട്ടി, തേക്ക്, തിലകദ്രുമം, ചുഴലി, അത്തി, ഇത്തി, പരുത്തി തുടങ്ങി ആ പട്ടിക നീളുന്നു. നമ്മുടെ സ്ഥലനാമങ്ങൾ പലതും രൂപപ്പെട്ടിരിക്കുന്നത് കാട്ടറിവിൽ നിന്നുമാണ്. മയിലാടുംപാറ, ആനക്കയം, പുലിമുട്ട്, എരുമേലി, ആനമുടി, ആനച്ചാൽ, കടുവാക്കുഴി, മീൻമുട്ടി, നരിക്കോട്, കാഞ്ഞിരപ്പള്ളി, മുളന്തുരുത്തി, നെല്ലിയാമ്പതി, കാനം തുടങ്ങി അവയും ധാരാളമുണ്ട്. നമ്മുടെ ഭാഷയിൽ കുടിയേറിയ പല ശൈലികളും കാട്ടറിവിൻ്റെ പ്രതിഫലനമാണ്. ആനപ്പക അത്തരത്തിലുള്ളതാണ്. ആനയ്ക്ക് നീണ്ടുനിൽക്കുന്ന ഓർമ്മശക്തി ഉണ്ടെന്നത് വന്യജീവി നിരീക്ഷണത്തിൽ നിന്നുണ്ടായതാവണം. സർവനാശത്തെ സൂചിപ്പിക്കാൻ മുള പൂത്ത പോലെ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇതും കാട്ടറിവിൻ്റെ തുടർച്ചയാണ്. ആന നടന്ന വഴിയെ പുല്ല് മുളയ്ക്കില്ല എന്ന ശൈലി ആനത്താരകൾ കണ്ടു പരിചയിച്ച കാട്ടറിവിൽ നിന്നുണ്ടായതാണ്. ചില വന്യജീവികളെ പേര് നേരിട്ട് പറയാതെ സൂചിപ്പിക്കുന്ന സമ്പ്രദായവും കാട്ടറിവിൻ്റെ ഭാഗമാണ്. ഉദാഹരണത്തിന് പാമ്പിനെ വള്ളിജാതി എന്ന് പറയുന്നവരുണ്ട്. ജീവികളെ അവയുടെ പേര് വിളിച്ചാൽ അവ പ്രത്യക്ഷപ്പെടും എന്ന വിശ്വാസവും ഇതിന് പിന്നിലുണ്ടാകാം. കടുവയെ വരയൻ എന്ന് ചിലയിടത്ത് പറയുന്നത് അതുകൊണ്ടാണ്. വയനാട്ടിൽ ചിലർ കടുവയെ അമ്മാവൻ എന്ന് വിളിക്കുന്നത് കടുവയുടെ കോപത്തിനിരയാകേണ്ട എന്ന് കരുതിയുമാവാം. ഇത്തരം രസകരമായ വിശ്വാസങ്ങളും കാട്ടറിവിൻ്റെ ഭാഗമാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.